ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു വറുത്തരച്ച കോഴിക്കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനും ഒരു അര ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂടി വെച്ച് നന്നായി വേവിക്കാം. ഞാനിവിടെ ഒരു 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടുണ്ട്. അരപ്പിനുള്ളത് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ തേങ്ങ പകുതി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വറക്കാം. ഒന്ന് തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും 15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ചീന്തിയതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കേണ്ടതാണ്. ഇവിടെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് മൂടി വെച്ച് 5 മിനിറ്റ് കൂടി വേവിക്കാം. വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ മല്ലിയില ചേർത്തിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. നാടൻ കറി ആയതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർക്കാഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching.